ഹായ് ഫ്രണ്ട്സ്, പ്രിയ സനുശ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എനിക്ക് കുറച്ച് വഴുതന ഉണ്ട്. നമുക്ക് ആ വഴുതന ഒക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് വന്നാലോ? ഇന്നത്തെ നമ്മുടെ വഴുതന കൃഷിയൊക്കെ ഒന്ന് കാണാം കേട്ടോ. കണ്ടിട്ടെന്നെ കളിയാക്കാനൊന്നും ഇതാരും നിൽക്കണ്ട. അപ്പോൾ എനിക്ക് പറ്റിയ അമളികളും എനിക്ക് പറ്റിയ അബദ്ധങ്ങളും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ വഴുതന കൃഷി അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വഴുതന ഉണ്ട്. ഇവിടെ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. കൃഷി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. 2-3 വഴുതന ഞാനിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം വഴുതനത്തിലെല്ലാം കണ്ടോ, ഇത് കണ്ടോ, കാ പിടിച്ചേക്കുന്നത് കണ്ടോ. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നിറച്ച് കായുണ്ട്, നിറച്ച് കായായിട്ടുണ്ട്. ഞാനൊരു കമ്പിയൊക്കെ ഇവിടെ നാട്ടി കൊടുത്തിട്ടുണ്ട്. അതിലിങ്ങനെ പിടിച്ച് കെട്ടിയേക്കുവാണ്. അപ്പോൾ ഇതിന് ഞാൻ പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തേക്കുന്നത് എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാരം, ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, കോഴിക്കാഷ്ടം, ഇത്രയും സാധനം ഞാൻ ഇതിൻ്റെ മൂട്ടിൽ വളമായിട്ട് നടുന്നതിന് മുമ്പേ തന്നെ തടം കോരിയിട്ട് അതിനകത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് നട്ടത്. നട്ട് നല്ല നീളമുള്ള വഴുതനാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് ഇത് കണ്ടോ, കായൊക്കെ പിടിച്ച് ഇപ്പം കണ്ടോ, കായൊക്കെ പിടിച്ച് നിൽക്കുന്ന, പൂവൊക്കെ പിടിച്ചേക്കുന്നത് കണ്ടോ. എനിക്ക് വളരെ സന്തോഷം തോന്നി കേട്ടോ. ഇങ്ങനെ ഓരോ കായും പൂവും ഒക്കെ പിടിക്കുന്ന സമയത്ത് എനിക്ക് സന്തോഷം തോന്നുമ്പോഴാണ് ഞാനതൊക്കെ ഒരു വീഡിയോ ആക്കി നിങ്ങളെ കൂടെയൊക്കെ കാണിക്കുന്നത്. ഇത് കണ്ടോ, കണ്ടോ കായായിട്ടുണ്ട്, ഉണ്ട് ഇവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെ 3-4 മൂടുണ്ട് കേട്ടോ. 2 മൂട് തന്നെയല്ല, 3-4 മൂടുണ്ട്. ഇവിടെയൊക്കെ ഞാനിങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആവശ്യത്തിന് വീട്ടിലേക്കുള്ള വഴുതനങ്ങയൊക്കെ കിട്ടും. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു സിമെൻറ്റ് ഇവിടെ കൊണ്ടുവന്ന സിമെൻറ്റിൻ്റെ ചാക്കായിരുന്നേ. അപ്പോൾ ആ ചാക്കിനകത്ത് ഞാനിങ്ങനെ നട്ടു വെച്ച് അത് നല്ല രീതിയിൽ കിളിച്ചിങ്ങോട്ട് വന്നത്. എൻ്റെ ആട് വന്നത് കണ്ടോ, ചെയ്ത ഒരു 1.5 ക്രൂരതയാണ് കേട്ടോ. അതിൻ്റെ മണ്ട കടിച്ചങ്ങെടുത്ത് പൂവും കായും ഒക്കെ ആയി നിന്ന സമയത്താണ് അതിങ്ങനെ കടിച്ചെടുത്തത്. ഇവിടെയൊക്കെ ഞാനിങ്ങനെ സ്ഥലം കാണുന്നിടത്തൊക്കെ കുറേശ്ശെ കൊണ്ട് നട്ട് വയ്ക്കും കേട്ടോ. എനിക്കൊന്ന് ഇവിടെ നല്ല ചൂടലുണ്ട്, മരക്കാലൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കണം ഇതിങ്ങനെ വലിയ അവിടുത്തെ അത്രയും വളർച്ച ഇവിടെ കിട്ടിയിട്ടില്ല. ഇതെല്ലാം ഒന്നിച്ച് നട്ടതാണ്, പക്ഷെ അതിന് വളർച്ച നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല. ഇവിടെയുണ്ട് ഒരു വഴുതന ഉണ്ടോ. ഞാനിങ്ങനെ സ്ഥലം കിട്ടുന്നിടത്തൊക്കെ നട്ട് വയ്ക്കുന്നതാണ്. ഇത് ഉണ്ട വഴുതന കേട്ടോ. ഇതിൽ കായ പിടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആ കായ എടുത്ത് സാമ്പാർ വയ്ക്കാൻ വേണ്ടി എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് വേറൊരെണ്ണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വലിയൊരു അമിളി പറ്റിയെന്ന് പറഞ്ഞില്ലേ ഇതിനകത്തിൽ. ഇത് കണ്ടോ, ഈ വഴുതനങ്ങളെല്ലാം അങ്ങ് മുരടിച്ചു പോയി. പക്ഷേ കായൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ വഴുതനത്തിൻ്റെ മണ്ട ഇത് കണ്ടോ അങ്ങ് മുരടിച്ചു പോയി. അതെന്താ പറ്റിയ, ഇനി വളം കൂടിപ്പോയിട്ടാണോ വളം കുറഞ്ഞു പോയിട്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. കായൊക്കെ പിടിച്ചിട്ടുണ്ട്, പൂത്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഈ സംഭവം മുരടിച്ചു പോയി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ പറയുന്നത്, ഞാൻ വലിയ കൃഷിക്കാരിയൊന്നും അല്ല. പിന്നെ ഇങ്ങനെ എനിക്കറിയാവുന്ന രീതി കൊച്ചു ഐഡിയസിലൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അമ്മ പശുവിനെ കറന്നുകൊണ്ട് പതുക്കെ വരുക. കണ്ടോ, ഒരു 7-8 മൂട് വഴുതന ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് അത്യാവശ്യം കാപറിക്കാനുള്ള വഴുതനങ്ങ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടും. ഇത് ചുമ്മാ കുറച്ച് അടിയിൽ കുറച്ച് കരിയില നിറയ്ക്കും. അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ചാണകപ്പൊടി, ചാരം, അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണ് വെക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ, പുളിപ്പ് കളഞ്ഞ മണ്ണാണ് എടുക്കുന്നത്. കാരണം ഒരു ഇച്ചിരി കുമ്മായം ഇട്ട് കുറച്ച് ദിവസം വെയിലത്തിട്ടിട്ട് കുമ്മായം ചേർത്ത മണ്ണാണ് നിറയ്ക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ വളങ്ങളൊന്നും ഇത് നട്ട് വെച്ചതിന് ശേഷമൊന്നും പിന്നെ വളം ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. വല്ലപ്പോഴും ഇച്ചിരി പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇച്ചിരി ചാരം ഇട്ട് കൊടുക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അത് മുരടിച്ച് പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അതുകൊണ്ടാണ് മുരടിച്ച് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് സാമ്പാറിനോ ഒരു അവിയലിനോ അല്ലെ ഒരു വഴുതനയും മെഴുക്കുവരട്ടിയോ ഒക്കെ നമുക്ക് ഒരു ദിവസത്തേക്കും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പരിപാടിക്കൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ 2-3 വഴുതനമൊക്കെ നട്ട് അതിനകത്ത് പുറത്തുനിന്ന് വളങ്ങളോ കാര്യങ്ങളോ മേടിച്ച് കാശ് കളയാതെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്ന് ഒരു വളവും മേടിക്കുന്ന പരിപാടി ഞാനില്ല. വീട്ടിൽ നമ്മുടെ കോഴിയുടെ അല്ലെങ്കിൽ നമ്മുടെ ആടിൻ്റെ, നമ്മുടെ പശുവിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് അത് വളമാക്കി നമ്മൾ ഉപയോഗിച്ച്, നമ്മൾ ജൈവവളം എന്ന് പറയുന്ന പോലെ തന്നെ അത് വളമാക്കി അത് നമ്മുടെ കൃഷികൾക്കൊക്കെ ഇട്ട് കൊടുത്ത്
കൃഷിയെന്ന് ഞാൻ പിന്നെയും പിന്നെ എടുത്ത് പറയുന്നില്ല, എനിക്ക് കൃഷി ചെയ്യാൻ അറിയത്തില്ല, ഞാൻ കൃഷിയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു മൂട് വഴുതന നട്ടു വെച്ചു, അത്രേ ഉള്ളൂ. അങ്ങനെ ഓരോന്നോരോന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വീട്ടിലെ ഉള്ള കാര്യങ്ങളാക്കി എടുക്കാൻ, അത് വിഷരഹിതമായുള്ള കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എനിക്കും. ഇപ്പോൾ ഒരുപാട് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് അങ്ങോട്ട് കഴിയാലും ഒരു തൃപ്തി വരത്തില്ലല്ലോ. പ്രത്യേകിച്ച് എനിക്കെന്താ അത് തൃപ്തി വരാത്തതെന്നറിയാവോ? എനിക്കറിയാം, ഞാൻ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് നട്ട് വയ്ക്കുമ്പം അതിലൊക്കെ പുഴുക്കളും കീടങ്ങളും ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പയർ തന്നെയാണെങ്കിലും അതേ പുഴു തിന്നുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അതേ കെമിക്കൽ അല്ലെങ്കിൽ ഒരു വിഷം അടിക്കാത്തത് കൊണ്ടാണ് ആ പുഴു വന്ന് കടിക്കുന്നത്. അപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറിയൊക്കെ എന്ത് ഫ്രഷായിട്ടായിരിക്കുന്നല്ലേ. അപ്പം അതിലൊക്കെ എത്രമാത്രം കെമിക്കൽസ് അല്ലെങ്കിൽ വിഷം അടിച്ചതിന് ശേഷമായിരിക്കും ആ പുഴുവൊന്നും അതേ തൊടാതെയും ടച്ച് ചെയ്യാതെ ഇരിക്കുന്നത്. അപ്പം നമുക്കത് എന്താ പറഞ്ഞേ, അത് എത്ര കഴുകിയാലും നമുക്ക് തൃപ്തി വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ലൊട്ടിലൊടുക്ക. ഇന്ന് തന്നെ എനിക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ ഇരുന്നപ്പോൾ നോക്കിയപ്പോൾ ഒരു കൂട്ടാനൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് തോന്നിയാൽ ഉച്ച ഒരു മണിയൊക്കെ ആയി. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇച്ചിരി ചീരത്തോരൻ കൂട്ടണം. പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി 2 ചീര കണ്ടിച്ചു, തോരൻ വെച്ചു. അങ്ങനെ നമുക്ക് വിശ്വാസത്തോടെ പെട്ടെന്ന് എടുത്ത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ വേണം അല്ലേ. അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ, എൻ്റെ തത്വചിന്തകളൊക്കെ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.